Hi friends, welcome to iPlus Training Solutions. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഗ്രീക്ക് ഹിസ്റ്ററി ആണ്. എങ്ങനെ ഗ്രീക്ക് ഹിസ്റ്ററി സൈക്കോളജി ഓർ ഇൻ ഷോർട്ട് വെസ്റ്റേൺ സൈക്കോളജിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു ആൻഡ് ഇപ്പോഴത്തെ സൈക്കോളജിയിൽ എന്തൊക്കെ ഇൻഫ്ലുവൻസസ് ആണ് ഗ്രീക്ക് ഹിസ്റ്ററിയിലുള്ളത്, ആരൊക്കെയായിരുന്നു ഇമ്പോർട്ടൻറ്റ് പൈനിയേഴ്സ് എന്നൊക്കെയുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ആസ് എൻ ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ സൈക്കോളജിയുടെ റൂട്ട്സ് തന്നെ ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ഗ്രീക്ക് ഫിലോസഫി. ഹൗ ക്യാൻ ഇറ്റ് ബി ട്രേസ്ഡ് ബാക്ക് ടു ഗ്രീക്ക് ഫിലോസഫി? കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്കോളജി ആദ്യമേ ഒരു സയൻറ്റിഫിക് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിനായിട്ട് എമേർജ് ചെയ്തില്ല. ഇറ്റ് ടുക്ക് ടൈം, ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് പൈനിയേഴ്സ്. അപ്പോൾ അതിൻ്റെ റൂട്ട്സ് തന്നെ നമ്മുടെ ഗ്രീക്ക് ഫിലോസഫിയിലാണ്. കാരണം സൈക്കോളജി ഫിലോസഫിയുടെ ഒരു ഭാഗമായിരുന്നു, തിയോളജിയുടെ ഒരു ഭാഗമായിരുന്നു, സയൻസിൻ്റെ ഒരു ഭാഗമായിരുന്നു, ഇങ്ങനെ പല സ്ട്രീംസിൻ്റെയും ഒരു ഭാഗമായിരുന്നു സൈക്കോളജി. പിന്നെയാണ് സൈക്കോളജി സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡിസിപ്ലിനായിട്ട് വന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കോളജി എന്നുള്ള വാക്ക് തന്നെ നമ്മുടെ ഗ്രീക്ക് വേർഡ്സ് ആയ സൈക്കി വിച്ച് മീൻസ് മൈൻഡ് ആൻഡ് ലോഗോസ് വിച്ച് മീൻസ് സ്റ്റഡി ഓഫ്. സോ സ്റ്റഡി ഓഫ് മൈൻഡ് എന്നുള്ളതാണ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഓഫ് സൈക്കോളജി അക്കോർഡിംഗ് ടു ഗ്രീക്ക് വേർഡ്സ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്കോളജി നമ്മൾ കവർ ചെയ്ത പോലെ തന്നെ തിയോളജി, സയൻസ്, ഇങ്ങനെ പല ഫീൽഡ്സിൻ്റെയും ഒരു മിക്സ്ചർ, അതായത് പല ഫീൽഡ്സിൻ്റെയും ചെറിയൊരു പോർഷനായിരുന്നു സൈക്കോളജി. സ്ലോലി ആണ് സൈക്കോളജി ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിനായിട്ട് വന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആരൊക്കെയാണ് ഗ്രീക്ക് പൈനിയേഴ്സ് അല്ലെങ്കിൽ ഗ്രീക്ക് ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ ഗ്രീക്ക് ഫിസിഷ്യൻസ് ഹൂ വെയർ ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് കോൺട്രിബ്യൂട്ടിങ് ടു സൈക്കോളജി. ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ എമിനൻറ്റ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ ഗ്രീസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലോസഫേഴ്സ് ആരൊക്കെയായിരുന്നു എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വി ഹാവ് ആൽക്കമിയോൺ ആണ് ആദ്യം. പിന്നെ വി ഹാവ് ഹിപ്പോക്രേറ്റ്സ്, സോക്രറ്റിസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ, റെനെ ഡെസ്കാർട്ടസ്. ഇങ്ങനെ നമുക്ക് 6 വളരെ ഫേമസ് ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ പറ്റിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൈക്കോളജി എന്തായിരുന്നു എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ആൽക്കമിയോനെ എടുക്കുകയാണ്. ഹൂ വാസ് ആൽക്കമിയോൺ? ആൽക്കമിയോൺ വാസ് എ ഗ്രീക്ക് ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർ പോലെ പണ്ട് കാലത്ത്. സോ ഹി വാസ് എ ഗ്രീക്ക് ഫിസിഷ്യൻ ആൻഡ് സൈക്കോളജി ആസ് എ സയൻസിൻ്റെ ഫൗണ്ടേഷൻ തന്നെ ലേ ചെയ്തത് 6th century ലേ ഡൗൺ ചെയ്തത് ആൽക്കമിയോൺ ആയിരുന്നു സൈക്കോളജി ആസ് എ സയൻസിൻ്റെ ഫൗണ്ടേഷൻ ലേ ഡൗൺ ചെയ്തത്. ആൻഡ് ആൽക്കമിയോൺ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ മെൻ്റൽ ലൈഫ് എന്ന് പറയുന്നത് ഈസ് എ ഫങ്ഷൻ ഓഫ് അവർ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷൻ മാത്രമാണ് മെൻ്റൽ ലൈഫ് എന്നാണ് ആൽക്കമിയോൺ പറഞ്ഞത്. ദിസ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ സൈക്കോളജി. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴും സൈക്കോളജിയിൽ മെൻ്റൽ പ്രോസസ്സസും ബ്രെയിനിൻ്റെയും ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതും ആൽക്കമിയോണിൻ്റെ തിയറിയാണ്, അല്ലെ ആൽക്കമിയോണിൻ്റെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. വിച്ച് ഈസ് മെൻ്റൽ ലൈഫ് ഇസ് എ ഫങ്ഷൻ ഓഫ് അവർ ബ്രെയിൻ എന്നാണ് ഇവിടെ ആൽക്കമിയോൺ പറഞ്ഞത്. ആൽക്കമിയോണാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹിപ്പോക്രേറ്റ്സിനെ പറ്റിയാണ്. ഹിപ്പോക്രേറ്റ്സ് എന്താണ് പറഞ്ഞത്? ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ പേഴ്സണാലിറ്റി പല ടൈപ്പ് ഉണ്ട്. സോ ഹി മേഡ് ഇറ്റ് ഇൻ ടു എ ടൈപ്പോളജി. ഹി ഡിസ്റ്റിങ്വിഷ്ഡ് ഇറ്റ്. എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തതിൽ എത്ര ടൈപ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ഹി സെഡ് ദാറ്റ് ദർ ഇസ് എക്സാക്ട്ലി 4 ടൈപ്സ് ഉണ്ട്, 4 ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഹൗ ഡിഡ് ഹി സെപ്പറേറ്റ് ഇറ്റ്? ഹി സെപ്പറേറ്റഡ് ഇറ്റ് അല്ലെങ്കിൽ ഹി ഡിസ്റ്റിങ്വിഷ്ഡ് ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ബോഡി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഹ്യൂമർ. ബോഡി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഹ്യൂമറിനെ ബേസ് ചെയ്താണ് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി എന്നാണ് ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞത്. ഇവിടെ ഹിപ്പോക്രേറ്റ്സിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് എന്തൊക്കെയാണ്? സാങ്ക്വീൻ, മെലൻകോളിക്, കോളറിക് ആൻഡ് ഫ്ലെഗ്മാറ്റിക്. ഇങ്ങനെയാണ് 4 ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഇവിടെ ഫ്രോയിഡ് അല്ല ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞത്. ഹിപ്പോക്രേറ്റ്സ് എന്താണ് പറഞ്ഞത്? ഇതെല്ലാം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമർ എന്ന് പറയുന്നത്. ഈ ടേബിൾ ആലോചിച്ച് വെച്ചാൽ നമുക്ക് എക്സാക്ട്ലി മനസ്സിലാവും ഏത് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബോഡി ഹ്യൂമറിനെ പറ്റിയാണ് ഇവിടെ ഹിപ്പോക്രേറ്റ്സ് പറയുന്നത്. 4 ടൈപ്സ് ആണുള്ളത്. ദർ ഇസ് സാങ്ക്വീൻ, കോളറിക്, ഫ്ലെഗ്മാറ്റിക്, മെലൻകോളിക്. ഇവിടെ സാങ്ക്വീൻ്റെ കളർ റെഡ് ആണ്, സോ ഇവിടെ ബ്ലഡിനെ പറ്റിയാണ് പറയുന്നത്. കോളറിക്കിൻ്റെ കളർ യെല്ലോ ആണ്, സോ ഇവിടെ യെല്ലോ ബൈലിനെ പറ്റിയാണ് പറയുന്നത്. മെലൻകോളിക്കിൻ്റെ കളർ ബ്ലാക്ക് ആണ്, സോ ഇവിടെ ബ്ലാക്ക് ബൈലിനെ പറ്റിയാണ് പറയുന്നത്. ആൻഡ് ഫ്ലെഗ്മാറ്റിക്കിൻ്റെ കളർ ബ്ലൂ ആണ്, സോ ഇവിടെ ഫ്ലെമ്മിനെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെ 4 ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ബേസിസിലാണ് ഫ്രോയിഡ് പേഴ്സണാലിറ്റിനെ ഡിവൈഡ് ചെയ്തത്.
ആൻഡ് ഫ്രോയിഡിൻ്റെ ഈ ഒരു ടേബിൾ വായിച്ചാൽ മനസ്സിലാകും ഈ പേഴ്സണാലിറ്റി ടൈപ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ സാങ്ക്വീനെ നോക്കുകയാണെങ്കിൽ അവർ വളരെ ഈസി ഗോയിങ് ആണ്, വളരെ റെസ്പോൺസീവ് ആണ്, വളരെ ടോക്കറ്റീവ് ആണ്. ഇതൊക്കെയാണ് സാങ്ക്വീൻ്റെ ക്വാളിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഫ്ലെഗ്മാറ്റിക് നോക്കുകയാണെങ്കിൽ വളരെ ഈവൻ ടെമ്പേർഡ് ആണ്, വളരെ കൺട്രോൾഡ് ആണ്, അവർ വളരെ കെയർഫുൾ ആണ്. ഇതൊക്കെ നമ്മൾ ഫ്ലെഗ്മാറ്റിക്. കോളറിക്ക് നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഇമ്പൾസീവ് ആണ്, ഇച്ചിരി ചേഞ്ചബിൾ ആണ്, ഇച്ചിരി അഗ്രസീവ് ആണ്. അതൊക്കെയാണ് കോളറിക്ക് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെലൻകോളിക് ആൾക്കാർ ഇച്ചിരി മൂഡി ആയിരിക്കും, ഇച്ചിരി റിജിഡ് ആയിരിക്കും, ഇച്ചിരി ആങ്ഷ്യസ് ആയിരിക്കും അബൌട്ട് തിങ്സ്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സും ഈ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസിന് ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞു. ഇത് ഹിപ്പോക്രേറ്റ്സിൻ്റെ ടൈപ്പോളജി ഓഫ് പേഴ്സണാലിറ്റി ആയിരുന്നു. ആൻഡ് ദിസ് ഇസ് വെരി ഫേമസ് ഇൻ സൈക്കോളജി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോക്രട്ടീസിനാണ്. സോക്രട്ടീസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹി റെക്കഗ്നൈസ്ഡ് മൈൻഡ് ഇൻ അഡിഷൻ ടു സോൾ. നമ്മുടെ സോൾ മാത്രമല്ല മൈൻഡിൻ്റെ ഇമ്പോർട്ടൻസും ഇവിടെ സോക്രട്ടീസ് നോക്കി. ആൻഡ് സോക്രട്ടീസ് നമ്മുടെ മൈൻഡിൻ്റെ ആക്ടിവിറ്റീസിനെയും അനലൈസ് ചെയ്യാൻ നോക്കി സോക്രട്ടീസ്. ആൻഡ് സോക്രട്ടീസ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഹി അനലൈസ്ഡ് ദാറ്റ് നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത് തിങ്കിങ്, ഡ്രീംസ്, മെമ്മറി, ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിൻ്റെ ആക്ടിവിറ്റീസ് എന്നാണ് സോക്രട്ടീസ് പറഞ്ഞത്. സോക്രട്ടീസിൻ്റെ വളരെ ഫേമസ് ആയ 2 സ്റ്റുഡൻസ് ആണ് പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. ഇതൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു PYQ ആയിട്ട് വരാം. അതായത് സോക്രട്ടീസിൻ്റെ നോട്ടബിൾ സ്റ്റുഡൻസ് ആരൊക്കെയായിരുന്നു എന്ന് ചോദിക്കാം. ആൻഡ് ദേ ആർ പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിലാണ് സോക്രട്ടീസിൻ്റെ നോട്ടബിൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലേറ്റോനെ പറ്റിയാണ്. പ്ലേറ്റോ ആരായിരുന്നു? പ്ലേറ്റോ ഒരു ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു. പ്ലേറ്റോ ഇവിടെ സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻറ്റും ആയിരുന്നു, അരിസ്റ്റോട്ടലിൻ്റെ ടീച്ചറുമായിരുന്നു. അരിസ്റ്റോട്ടലിൻ്റെ ടീച്ചറായിരുന്നു പ്ലേറ്റോ എന്ന് പറയുന്നത്. ആൻഡ് പ്ലേറ്റോ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ബോഡിയും മൈൻഡും 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ് എന്നാണ് പ്ലേറ്റോ പറഞ്ഞത്. ബോഡി ആൻഡ് മൈൻഡ് ആർ 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആൻഡ് മൈൻഡ് കെൻ എക്സിസ്റ്റ് ഈവൻ ആഫ്റ്റർ സംവൺസ് ഡെത്ത് എന്നും പ്ലേറ്റോ പറഞ്ഞു. അതായത് മൈൻഡ് ഒരാളുടെ മരണം കഴിഞ്ഞും എക്സിസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നൊരു എൻറ്റിറ്റിയാണ് എന്നാണ് പ്ലേറ്റോ പറഞ്ഞത്. പ്ലേറ്റോ വേറൊരു കാര്യം കൂടി വിശ്വസിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ നേച്ചർ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ നേച്ചറിൽ ചേഞ്ച് വരുത്താൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആയിരുന്നു എന്നാണ് ഇവിടെ പ്ലേറ്റോ പറഞ്ഞത്. പ്ലേറ്റോ told that education can bring a change to the basic nature of the mind. നമ്മുടെ മൈൻഡിൻ്റെ ഒരു ബേസിക് നേച്ചറിൽ ചേഞ്ച് വരുത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വരുത്താൻ പറ്റുന്നത് എഡ്യൂക്കേഷൻ ആണ് എന്നും പ്ലേറ്റോ പറഞ്ഞു. പ്ലേറ്റോ ആണ് നമ്മുടെ ഡുവാലിറ്റിനെ പറ്റി അല്ലെങ്കിൽ ഡുവലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡുവലിസം ഇസ് ദാറ്റ് ബോഡി ആൻഡ് മൈൻഡ് എക്സിസ്റ്റ് ആസ് 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. ഇവിടെ പ്ലേറ്റോ അതിനെപ്പറ്റി പറഞ്ഞു. ആൻഡ് പ്ലേറ്റോ പറഞ്ഞ വേറൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ പ്ലേറ്റോ സെഡ് ദാറ്റ് madness and ignorance were diseases of the mind brought about by the body. ഈ മാഡ്നെസ്സും ഇഗ്നറൻസും നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഡിസീസാണ്, ഇത് കൊണ്ടുവരുന്നത് നമ്മുടെ ബോഡിയാണ് എന്നാണ് പ്ലേറ്റോ പറഞ്ഞത്. ഇത് പ്ലേറ്റോയുടെ വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു പ്രപ്പോസലായിരുന്നു. സോ നമ്മൾ പ്ലേറ്റോനെ പറ്റി ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ പ്ലേറ്റോ എന്താണ് വിശ്വസിച്ചത്? ബോഡിയും മൈൻഡും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്, മൈൻഡ് കൻ എക്സിസ്റ്റ് ഈവൻ ആഫ്റ്റർ ഡെത്ത് എന്നും പ്ലേറ്റോ വിശ്വസിച്ചിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അരിസ്റ്റോട്ടലിനെ പറ്റിയാണ്. അരിസ്റ്റോട്ടൽ ആരായിരുന്നു? പ്ലേറ്റോയുടെ ഒരു ഡിസൈപ്പിൾ ആയിരുന്നു. ഇവരുടെ എല്ലാം മണ്ടയ്ക്ക് ഉണ്ടായിരുന്നതാണ് സോക്രട്ടീസ്. അത് കഴിഞ്ഞ് വന്നത് പ്ലേറ്റോ, അത് കഴിഞ്ഞ് വന്നത് അരിസ്റ്റോട്ടലാണ്. സോ അരിസ്റ്റോട്ടൽ എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ ഒരു ഡിസൈപ്പിൾ ആണ്. അരിസ്റ്റോട്ടൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പ്ലേറ്റോയുടെ തന്നെ ഫീറ്റിൽ അരിസ്റ്റോട്ടൽ ഫോളോ ചെയ്താൽ അരിസ്റ്റോട്ടൽ റൂൾ ശരിയാണ്, ബോഡി ആൻഡ് മൈൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് തന്നെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ പ്ലേറ്റോ പറഞ്ഞത് എന്താണ്? ദാറ്റ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്യാൻ ബ്രിങ് എ ചേഞ്ച് ഇൻ ദ നേച്ചർ ഓഫ് അവർ മൈൻഡ്. ഇതുമായിട്ട് അരിസ്റ്റോട്ടൽ അധികം എഗ്രി ചെയ്തില്ല. അരിസ്റ്റോട്ടൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ ഫണ്ടമെൻ്റൽ നേച്ചർ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ നേച്ചറിന് ഒരു ചേഞ്ച് വരുത്താൻ പറ്റില്ല എന്നാണ് അരിസ്റ്റോട്ടൽ പറഞ്ഞത്. സോ ദിസ് വാസ് ദി ഓൺലി ഏരിയ ഇൻ വിച്ച് ഹി ഡിസഗ്രീഡ്. ഇവിടെ അരിസ്റ്റോട്ടൽ ഡിസഗ്രീ ചെയ്തത് ഈ ഒരു ഏരിയയിൽ മാത്രമായിരുന്നു. ആൻഡ് അരിസ്റ്റോട്ടൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സോളിൻ്റെ അകത്താണ് നമ്മുടെ റാഷണലും ഇൻ്റലക്ച്വൽ ക്വാളിറ്റി എന്നാണ് ഇവിടെ അരിസ്റ്റോട്ടൽ പറഞ്ഞത്. നമ്മുടെ സോളിൻ്റെ അകത്ത് ആണ് നമ്മുടെ റാഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ ക്വാളിറ്റി എന്ന് അരിസ്റ്റോട്ടൽ പറഞ്ഞു. ഹി ഓൾസോ സെഡ് ദാറ്റ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെൻസസിൻ്റെയും നമ്മുടെ കോഗ്നേറ്റീവ് ഫാക്കൽറ്റീസിൻ്റെയും ഒരു സെൻറ്ററാണ്. അപ്പോൾ 2 സെൻറ്റേഴ്സ് പറഞ്ഞു, നമ്മുടെ സോളും പറഞ്ഞു, നമ്മുടെ ഹാർട്ടും പറഞ്ഞു. സോൾ എന്ന് പറയുന്നത് നമ്മുടെ റാഷണൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ക്വാളിറ്റിയുടെയാണ്, അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെൻസിൻ്റെയും കോഗ്നേറ്റീവ് ഫാക്കൽറ്റീസിൻ്റെയും ആണെന്നാണ് ഇവിടെ അരിസ്റ്റോട്ടൽ പറഞ്ഞത്. സോ അരിസ്റ്റോട്ടൽ പ്ലേറ്റോനെ പോലെ തന്നെ എഗ്രി ചെയ്തു. ബട്ട് ദി ഓൺലി തിങ് ഹി ഡിസഗ്രീഡ് ഇൻ വാസ് ദാറ്റ് എഡ്യൂക്കേഷൻ കനോട്ട് ബ്രിങ് എ പോസിറ്റീവ് ചേഞ്ച്. എഡ്യൂക്കേഷൻ ഒരു ചേഞ്ചും വരത്തില്ല എന്നാണ് അരിസ്റ്റോട്ടൽ പറഞ്ഞത്.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റേനെ ഡിസ്കാർട്ടസിനെ പറ്റിയാണ്. സോ ആരായിരുന്നു റേനെ ഡിസ്കാർട്ടസ്? റേനെ ഡിസ്കാർട്ടസ് ഒരു ഫ്രഞ്ച് ഫിലോസഫറും ഒരു മാത്തമാറ്റീഷ്യനും ആയിരുന്നു റേനെ ഡിസ്കാർട്ടസ്. നമ്മുടെ കാർട്ടീഷ്യൻ സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും പ്രപ്പോസ് ചെയ്തതും റേനെ ഡിസ്കാർട്ടസ് ആയിരുന്നു. റേനെ ഡിസ്കാർട്ടസ് വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഫേമസ് ഡുവലിസ്റ്റ് എന്ന് തന്നെ അറിയപ്പെടുന്നത് റേനെ ഡിസ്കാർട്ടസ് ആണ്. റേനെ ഡിസ്കാർട്ടസ് എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ട്. ആൻഡ് ഈ ഒരു സ്പ്ലിറ്റിൻ്റെ ഇടയ്ക്കൂടെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും നടക്കുന്നുണ്ട് എന്നാണ് റേനെ ഡിസ്കാർട്ടസ് പറഞ്ഞത്. റേനെ ഡിസ്കാർട്ടസ് എന്താണ് പറഞ്ഞത്? നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിലൊരു സ്പ്ലിറ്റ് ഉണ്ട് ആൻഡ് ഈ സ്പ്ലിറ്റിലൂടെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെന്നും റേനെ ഡിസ്കാർട്ടസ് പറഞ്ഞു. ഈ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ്റെ പ്രൈമറി സൈറ്റ് റേനെ ഡിസ്കാർട്ടസ് പറഞ്ഞത് പീനിയൽ ഗ്ലാൻഡ് ആയിരുന്നു. പക്ഷേ റേനെ ഡിസ്കാർട്ടസ് വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് ഹ്യൂമൻസിന് മാത്രം യുണീക്ക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആണെന്നും റേനെ ഡിസ്കാർട്ടസ് വിശ്വസിച്ചിരുന്നു. വൈ ഡിഡ് റേനെ ഡിസ്കാർട്ടസ് ബിലീവ് ദാറ്റ് ഈ പ്രൈമറി സൈറ്റ് ഓഫ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണെന്ന്? കാരണം നമ്മുടെ മിഡിൽ ഓഫ് ദ ബ്രെയിനിൻ്റെ സ്ട്രക്ചറാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സോ റേനെ ഡിസ്കാർട്ടസ് എന്തൊക്കെയാണ് വിശ്വസിച്ചത്? റേനെ ഡിസ്കാർട്ടസ് വിശ്വസിച്ചു ബോഡിയും മൈൻഡും തമ്മിലൊരു സ്പ്ലിറ്റ് ഉണ്ട് ആൻഡ് അവിടെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ആ ട്രാൻസാക്ഷൻ്റെ പ്രൈമറി സ്പോട്ട് എന്ന് പറയുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. റേനെ ഡിസ്കാർട്ടസ് വേറൊരു കാര്യം കൂടി വിശ്വസിച്ചിരുന്നു. നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഹ്യൂമൻസിന് മാത്രമുള്ളൊരു സ്ട്രക്ചറാണെന്നും ഇവിടെ റേനെ ഡിസ്കാർട്ടസ് വിശ്വസിച്ചിരുന്നു, വിച്ച് ഹി വാസ് ലേറ്റർ പ്രൂവൻ റോങ്. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്തത് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് നമ്മുടെ സൈക്കോളജി അല്ലെങ്കിൽ വെസ്റ്റേൺ സൈക്കോളജിയിൽ ഇംബൈബ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ലീവ് ചെയ്ത ഫിലോസഫീസ് എന്നാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. സോ ഇഫ് ദെയർ ആർ എനി ഡൗട്ട്സ് പ്ലീസ് ലെറ്റ് മീ നോ. താങ്ക് യു സോ മച്ച്.